അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് മോർണിംഗ് ടു ആൾ. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം പറയാനുള്ളത്, നിങ്ങൾ നല്ല മെൻ്റലി സ്ട്രോങ് ഉള്ളവരാണോ? ആത്മവിശ്വാസമുള്ളവരാണോ? നിങ്ങളെ മനസ്സിന് നല്ല ധൈര്യമുള്ളവരാണോ? ആണെന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. 9 പോയിൻ്റ് ഉണ്ട്. ആ 9 പോയിന്റിൽ നിങ്ങൾ വിജയിച്ചവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നല്ല മെൻ്റലി സ്ട്രോങ് ഉള്ളവരാണ്, നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരാണ്, നിങ്ങൾ നല്ല മനസ്സിന് ധൈര്യമുള്ളവരാണ്. നിങ്ങളെല്ലാ വിഷയത്തിലും നിങ്ങൾ നന്നായി വിജയിക്കാൻ കഴിയും. അതെന്തൊക്കെയാണെന്നറിയോ? മെൻ്റലി സ്ട്രോങ് ഉള്ള ആളാണെന്ന് പരിശോധിക്കാൻ 9 പോയിൻ്റ് ഉണ്ട്. അതിലൊന്നാമത്തെ പോയിൻ്റ്, എല്ലാറ്റിനോടും ഉടനടി പ്രതികരിക്കുന്നവരാണോ നിങ്ങൾ? എന്ത് കേട്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മെൻ്റലി സ്ട്രോങ് അല്ല. പെട്ടെന്ന് പ്രതികരിക്കുക, എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേന് പെട്ടെന്ന് എടുത്തടിച്ച് പറയുക. അങ്ങനെ പറയുന്നവരാണെങ്കിൽ നിങ്ങൾ മെൻ്റലി സ്ട്രോങ് അല്ല. ആത്മസംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മെൻ്റലി നല്ല സ്ട്രോങ് ഉള്ളവരാണ്, നിങ്ങൾ ആത്മസംയമനമുള്ളവരാണ്, നിങ്ങൾ നല്ല മനസ്സിന് ധൈര്യമുള്ളവരാണ്. രണ്ടാമത്തത്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ വലുതായി കാണുന്നുണ്ടോ? ചെറുതായാലും വലുതായാലും അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല പക്വതയോടുകൂടെ നീങ്ങാൻ കഴിയുക. ചെറിയ പ്രശ്നങ്ങളെ വലുതായി കാണുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ഉള്ളവരല്ല. അതിന് പറയൽ, സൈക്കോളജിക്കൽ പറയൽ കോൺഗ്രറ്റീവ് ഡിസ്റ്റോർഷൻ എന്നാണ്. അത് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ഉള്ളവരല്ല. ചെറിയ പ്രശ്നങ്ങളായാലും വലിയ പ്രശ്നങ്ങളായാലും ആത്മസംയമനത്തോടുകൂടെ കാര്യങ്ങൾ നീക്കാൻ കഴിയണം. മൂന്നാമത്തത്, മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യണം, നിങ്ങളെനിക്ക് നല്ല പ്രശംസ തരണം, നിങ്ങളെ പ്രശംസയ്ക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കാറുണ്ടോ? അതിനു വേണ്ടിയാണോ ഞാൻ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മെൻ്റലി സ്ട്രോങ് ഉള്ളവരല്ല. അപ്പം മറ്റുള്ളവരുടെ പ്രശംസയും മറ്റൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾ പറയേണ്ടത് നമ്മൾ പറയുക, ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളട്ടെ എന്നൊരു നിലപാട് ഉള്ള ഒരാളായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. ചെറുതും വലുതുമായ നിസ്സാരമായ പ്രശ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് പലവരും അതിങ്ങനെ ഊതി വീർപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ആരുടെങ്കിലും പ്രശംസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. പ്രശംസ കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അതിനു വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. നാലാമത്തത്, പലർക്കും സംസാരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത്. പലർക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. ചിലവർക്കത് കഴിയില്ല. വിമർശനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ കഴിയുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടോ? വിമർശനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ കഴിയുക, അത് അംഗീകരിക്കാൻ കഴിയുക. വിമർശനങ്ങൾ കേൾക്കുമ്പോഴേക്ക് നമ്മൾ ടെൻഷനാവുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അതോട് വെറുപ്പുണ്ടാവുക, അതല്ല. വിമർശനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്ന മനസ്സ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മെൻ്റലി നല്ല സ്ട്രോങ് ഉള്ളവരാണ്. അഞ്ചാമത്തത്, നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ, നിയന്ത്രണത്തിലില്ലാത്തൊരു കാര്യം, നിങ്ങളെ പരിധിയിലില്ലാത്ത കാര്യമാണ്. രാഷ്ട്രീയമാവട്ടെ, നിങ്ങൾക്കില്ലാത്തൊരു വിഷയം, മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ വല്ലാത്ത ആശങ്ക, ടെൻഷന്. ഉദാഹരണം രാഷ്ട്രീയം പോലുള്ള വിഷയങ്ങളൊക്കെ അവരെ പാടായി. അതിനൊന്നും നിങ്ങൾ വല്ലാതെ തല കൊടുത്ത് ചിന്തിച്ച് തല പുണ്ണാക്കി അതിനെക്കുറിച്ച് ഓവറായി സംസാരിച്ച് അതിനു വേണ്ടി ഉറക്കൊഴിച്ച് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആത്മസംയമനം വളരെ കുറവാണ്. നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ഉള്ളവരല്ല എന്ന് മനസ്സിലാക്കുക. അഞ്ചാമത്തത്, നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയം പറഞ്ഞല്ലോ. ആറാമത്തെ, നിങ്ങളുടെ കുറവുകളെ മറ്റുള്ളവരിലേക്ക് താരതമ്യം ചെയ്യരുത്. നിങ്ങൾക്കൊരു വീട് കുറവാണ്, ചെറിയ വീടാണ്, നിങ്ങളടുത്തൊക്കെ നല്ല നല്ല വീടുണ്ട്. അപ്പം അവിടെയൊക്കെ താരതമ്യം ചെയ്യുന്ന സ്വഭാവം. നിങ്ങളായി ജീവിക്കുക, അവരവരായി ജീവിക്കട്ടെ. നമ്മുടെ കൂട്ടുകാരോ ബന്ധപ്പെട്ടവരൊക്കെ ഉഷാറായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതുപോലെ ആയില്ലല്ലോ എന്നുള്ള ടെൻഷൻ,
അത് നമുക്ക് പാടില്ല. അത് മെൻ്റലി നമ്മൾ മനസ്സിന് കൺട്രോൾ ഇല്ലാത്ത ആളുകളാണ്, മനസ്സിന് ധൈര്യം ഇല്ലാത്തവരാണ്. ആറാമത്തത്, നിങ്ങളുടെ കുറവുകളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. അവരുടെ പാട്, നമ്മൾ നമ്മളെ പാട്. അവരൊക്കെ ആ രംഗത്തേക്കെത്താൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അവരൊക്കെ എത്തിയത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലെവലനുസരിച്ച് നിങ്ങൾ പോവുക, അതിനനുസരിച്ച് പോവുക. ഏഴാമത്തത്, ശരീരം നൽകുന്ന സിഗ്നലുകൾ പരിഹരിക്കുക. ഉദാഹരണം, ജോലി ഒരുപാട് ചെയ്ത് നമുക്ക് വിശപ്പുണ്ടാകുമ്പോൾ കുറച്ചും കൂടി കഴിയട്ടെ, ഇതാണ്ട് കഴിയട്ടെ എന്ന നിലക്ക് നിൽക്കരുത്. നമ്മുടെ ശരീരത്തെ നമ്മൾ തരുന്ന സിഗ്നലുകളെ പൂർണ്ണമായിട്ടും ശരീരത്തിന് കൊടുക്കുക. ശരീരം നമുക്ക് വിശപ്പുണ്ടെന്ന് അറിയിക്കും, ശരീരം നമുക്ക് ചിലപ്പോൾ തലവേദന ഉണ്ടെന്ന് അറിയിക്കും. അതൊക്കെ ആവുമ്പോൾ അത് പരിഗണിക്കാതെ, സ്വന്തം ശരീരത്തെ പരിഗണിക്കാതെ നിങ്ങൾ വർക്ക് ചെയ്യാട്ടെ, മറ്റുള്ള വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മനസ്സിന് സ്ട്രോങ് ഉള്ളവരല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും. എട്ടാമത്തത്, വികാരങ്ങൾ അടിച്ചമർത്താൻ കഴിയണം. ഒരുപാട് പ്രശ്നങ്ങൾ, ദേഷ്യം, വിഷമം, ബുദ്ധിമുട്ട്, സങ്കടം, സന്തോഷം, ഇതിനൊക്കെ സന്തോഷത്തോടെ പക്വതയോടുകൂടെ നീങ്ങാൻ കഴിയുക. എല്ലാത്തിനും വല്ലാതെ അതിൽ ടെൻഷനായിട്ട് പ്രയാസപ്പെടുന്നൊരവസ്ഥ വന്നുകൂടാ. ഒമ്പതാമത്തത്, ഉറച്ച തീരുമാനം. എന്തൊരു വിഷയത്തിലും ഉറച്ച തീരുമാനം എടുക്കുക. തെറ്റാണെങ്കിൽ ആ തെറ്റാണെന്ന് അംഗീകരിക്കുക, ശരിയാണെങ്കിൽ ആ ശരിയോടുകൂടെ മുന്നോട്ട് പോവുക. തീരുമാനം എപ്പോഴും ഉറച്ചതായിരിക്കുക, അതിങ്ങനെ പാറിപ്പറക്കുന്ന തീരുമാനമാവാതിരിക്കുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഈ 9 കാര്യം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല മെൻ്റലി സ്ട്രോങ് ഉള്ളവരാണ്, നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരാണ്, നിങ്ങൾ വിജയിക്കാൻ വളരെ എളുപ്പമാണ്. അത് കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. നല്ലതൊക്കെ മനസ്സിലാക്കാൻ, നല്ലതൊക്കെ ചിന്തിക്കാനുള്ളൊരവസരമായി നിങ്ങൾ ഈ വീഡിയോ ഉപയോഗപ്പെടുത്തുക. അത് നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അസ്സലാമു അലൈക്കും.